പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനൊന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ച് വെക്കാനൊന്നും ഞാൻ നിൽക്കില്ല. ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. കല്യാണത്തലേന്ന് പെണ്ണ് ഒളിച്ചോടി പോകുന്നു. അതൊരു പുതുമയുള്ള വാർത്തയല്ല. ഒളിച്ചോടി പോയത് ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ. ഒളിച്ചോടി പോയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ലൈവിൽ വന്നിരുന്ന് കാണിക്കുന്ന അഭ്യാസങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്തൊക്കെ വാർത്തകൾ കണ്ടാലാണ് ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ പറ്റുക? 2025 തുടങ്ങിയത് തൊട്ട് തൊലിക്കട്ടി കൂടിയ ആളുകളുടെ എണ്ണം ഇച്ചിരി കൂടിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുപോലെ തൊലിക്കട്ടി കൂടിയ ഒരുപാട് പേരുടെ വാർത്ത ഈ 2025 തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ പെണ്ണ് വന്നിരുന്ന് ലൈവിൽ വിളിച്ച് പറയുന്നത്? പിരിയാൻ പറ്റാത്ത ബന്ധമാണ്. ആരോട്? ചേച്ചിയുടെ ഭർത്താവുമായിട്ട് പിരിയാൻ പറ്റാത്ത ബന്ധം. അപ്പന് തുല്യമാണ് ചേച്ചിയുടെ ഭർത്താവിന് സാധാരണ മനുഷ്യന്മാരൊക്കെ സ്ഥാനം കൊടുക്കുക. എന്നിട്ട് അങ്ങേരുമായിട്ട് ഒളിച്ചോടി പോയിട്ട് ലൈവിൽ വന്നിരുന്ന് പറയുകയാണ് ഞങ്ങൾ തമ്മിൽ പിരിയാൻ പറ്റില്ല, ഉറപ്പിച്ചു വെച്ച കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല, എന്നെ നിർബന്ധിച്ച് കെട്ടിച്ചയക്കാൻ നോക്കിയതാണെന്ന്. ചിലപ്പോൾ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഇങ്ങനെ ബന്ധം ഉണ്ടായിട്ട് വീട്ടുകാർ നിർബന്ധിച്ച് കെട്ടിച്ചയച്ച് ചേച്ചിയുടെ ജീവിതവും ഈ കുട്ടിയുടെ ജീവിതവും സേഫാക്കാൻ നോക്കിയത് വല്ലതും ആയിരിക്കും. എന്തൊക്കെ വിവരക്കേടാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു 10-20 വയസ്സേ പ്രായം വരുള്ളൂ. സാധാരണ ഇത്തരം വാർത്തകളിലൊക്കെ വരുന്ന പെൺകുട്ടികൾക്കും ഒരു 20-25 വയസ്സിനുള്ളിൽ പ്രായം വരുന്ന പെൺകുട്ടികൾക്കാണ്. എത്ര വിവരമില്ല, വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞാലും ഒരു സാമാന്യ ബോധം ഒരു മനുഷ്യന് ഉണ്ടാവാതിരിക്കുമോ? എത്രയായിരുന്നാലും ഒരു സാമാന്യ ബോധം ഒരു മനുഷ്യന് ഉണ്ടാവണ്ടേ? അച്ഛൻ അച്ഛനാണ്, ചേട്ടൻ ചേട്ടനാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം ഒരു മനുഷ്യനുണ്ടാവണ്ടേ? അതുപോലും ഇല്ല എന്ന് പറയുമ്പോൾ വളരെ പരിതാപകരമാണ് ഈ ഒരു കൊച്ചിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. എവിടെ ഇല്ലാണ്ടെനിക്ക് പറ്റില്ല. ഞാൻ ഇത്ര നേരം ഈ ഒരു പെൺകൊച്ചിന് വിവരമില്ലേ, ബോധമില്ലേ, വിദ്യാഭ്യാസമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്നേഹനിധിയായ മഹാനെ പറ്റി 2 അക്ഷരം പറയാത്തതെന്ന്. ആ ഒരു അഭ്യാസങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് പ്രേമോ സ്നേഹമോ ഒന്നുമല്ല, വെറും കാമാണ്. കിളുന്ത പെണ്ണിനെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു കാമം. അത് മാത്രമാണ് ആ മഹാൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളത് ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു മഹാനെയൊക്കെ വിശന്നിരിക്കുന്ന സിംഹത്തിന് തിന്നാൻ കൊടുക്കേണ്ട ഐറ്റാണ്. എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഇതിനെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, രണ്ടും കണക്ക് തന്നെ. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടം എനിക്ക് 22 വയസ്സിന് കളിക്കാനാണ് പറയണത്. ആരും വിളിച്ചാലും ചെയ്യാൻ ഇഷ്ടം വന്നാലും ശരി, ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഏതൊരു കേസ് കോടതിയിലായാലും ഇനി ഇവരെന്തും കാണിച്ചോട്ടെ, ഇവരുടെ ആത്മാർത്ഥ സ്നേഹവും എന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ, ഇവരെന്തും ചെയ്തോട്ടെ, ഒളിച്ചോടിയെ എവിടെയെങ്കിലും പോയി ജീവിക്കുക, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനത്തെ അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ ഇത് അവരുടെ മക്കളും അതുപോലെ തന്നെ ഭാര്യയൊക്കെ കാണാനായിട്ട് ഇടവരും. ഒന്നാമത് അവർ വിഷമിച്ചിരിക്കുകയായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇമാതിരി ഇവൻ്റെ ഈ അഭ്യാസങ്ങളും കൂടെ കാണേണ്ടി വരുമ്പോഴേക്കും അവരുടെ അവസ്ഥ എന്തായിരിക്കും? ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ആ മക്കൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവർ സ്കൂളിൽ പോണ കുട്ടികളായിരിക്കും. അവരെ നിങ്ങളെ തിരിച്ചറിയുന്ന, അതായത് നിങ്ങൾ ആ പിള്ളേരുടെ അച്ഛനാണെന്ന് അറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും ഉണ്ടാവുമല്ലോ. അവരുടെയൊക്കെ മുന്നിൽ ഇവർക്ക് തല കുനിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരില്ലേ? ലോകം ഇനി എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല.